തലസ്ഥാന ജില്ലയിൽ യുവാവ് 5 പേരെ ക്രൂരമായി കൊലപ്പെടുത്തി. ബന്ധുക്കൾ ഉൾപ്പെടെ 5 പേരാണ് മരണത്തിന് കീഴടങ്ങിയത്. പ്രതിയുടെ മാതാവ് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വെഞ്ഞാറമൂട് സ്വദേശി 23 വയസ്സുകാരനായ അഫാനാണ് കൊലപ്പെടുത്തിയത്. ചുറ്റിക ഉപയോഗിച്ച് തലയ്ക്കടിച്ചും കുത്തിയുമാണ് കൊലപ്പെടുത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. അഫാന്റെ സഹോദരനായ 13 വയസ്സുകാരനെയും കൊലപ്പെടുത്തിയിട്ടുണ്ട്. പെരുമല, ചുള്ളാളം, പാങ്ങോട് എന്നീ പ്രദേശങ്ങളിലെത്തിയാണ് പ്രതി കൊല നടത്തിയത്. വെഞ്ഞാറമൂട് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു പ്രതി. സ്റ്റേഷനിലെത്തി പോലീസുകാരോട് കൊലപാതകം നടന്നതായി അറിയിച്ച ശേഷം കീഴടങ്ങുകയായിരുന്നു. പ്രതി പറഞ്ഞതനുസരിച്ച് പോലീസ് പ്രദേശത്തെത്തി അന്വേഷണം നടത്തുമ്പോഴാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്. നാടിനെ നടുക്കിയ അരും കൊലയുടെ ഞെട്ടലിലാണ് പ്രദേശവാസികളും. പ്രതിയുടെ മാതാവ് ഷെമി ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊലപാതകത്തെക്കുറിച്ച് വിവിധ തരത്തിലുള്ള കാരണങ്ങളാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ സംഭവത്തെക്കുറിച്ച് വ്യക്തമായ വിവരം അന്വേഷണത്തിലൊടുവിലേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിക്രൂരമായിട്ടാണ് പ്രതി കൊലപാതകം നടത്തിയിട്ടുള്ളത്. നിഷ്ഠൂരമായ കൊലപാതകമെന്നാണ് കൊലപാതക സ്ഥലത്തെത്തിയ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പറയുന്നത്. തലയിൽ ചുറ്റിക ഉപയോഗിച്ച് മാരകമായി അടിച്ചായിരുന്നു കൊലപാതകം. കൊലപാതക രീതിയെക്കുറിച്ച് ഞെട്ടലോടെയാണ് പ്രദേശത്തെ ജനപ്രതിനിധികൾ നാട്ടുകാരോട് പറയുന്നത്. അതിനിഷ്ഠൂരമായ കൊലപാതകമാണ് 3 സ്ഥലത്തും നടന്നിട്ടുള്ളത്. കൃത്യമായ ഒരുക്കത്തോടെയാണ് പ്രതി കൊലപാതകത്തിനെത്തിയിട്ടുള്ളത്. കൊലപാതകത്തിനിടയാക്കിയ കാരണത്തെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ്. കൊലപാതകത്തെക്കുറിച്ച് വ്യക്തമായ ഉത്തരം ഇതേവരെ പോലീസിനും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പ്രതി അഫാൻ സ്നേഹിച്ചിരുന്ന കുട്ടിയെ അംഗീകരിക്കാൻ കുടുംബം തയ്യാറാകാത്തതാണ് കൊടും ക്രൂരകൃത്യം ചെയ്യാൻ കാരണമെന്നും പ്രാഥമികമായി വിലയിരുത്തുന്നു. എല്ലാ ബന്ധുക്കളെയും സമീപിച്ച് വിവാഹം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായും പറയപ്പെടുന്നുണ്ട്. അഫാന്റെ പിതാവിൻ്റെ മാതാവുമായി സംസാരിച്ചെങ്കിലും അവരും വിവാഹത്തിന് അംഗീകരിക്കാത്തതാണ് ഈ ക്രൂരകൃത്യത്തിന് ഇടയാക്കിയതെന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ വലിയ സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബവുമാണ്. അഫാൻ ബന്ധുക്കളോട് സാമ്പത്തിക സഹായം ചോദിച്ചിട്ട് നൽകാത്തതിലുള്ള വിരോധവും കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും ആരോപണമുയരുന്നുണ്ട്. പ്രതി പിതാവിൻ്റെ കൂടെ വിദേശത്ത് വിസിറ്റിങ്ങിന് പോയി തിരിച്ചു വന്നതാണ്. മാതാവ് ക്യാൻസർ രോഗത്തിന് ചികിത്സയിലുമാണ്. വെഞ്ഞാറമൂട് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ അനിയൻ അഫ്സാനെയും കൊലപ്പെടുത്തി. കൊലപാതകം നടന്ന വീട്ടിൽ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ ദ്രുതഗതിയിൽ നടത്തിവരികയാണ്. പോലീസ് സംഭവസ്ഥലത്തെത്തിയതോടെയാണ് കൊലപാതക വിവരം പ്രദേശവാസികളും അറിയുന്നത്. മരണപ്പെട്ട കുടുംബങ്ങളെക്കുറിച്ച് നല്ലത് മാത്രമാണ് പ്രദേശവാസികൾക്ക് പറയുവാനുള്ളത്. പ്രതി അഫ്വാൻ വിഷം കഴിച്ചതായി അറിയിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അഫ്വാന്റെ നില ഗുരുതരമല്ലെന്നും അറിയിപ്പ് ലഭിക്കുന്നുണ്ട്.